കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഛത്തീസ്ഗഡിലെ ബി.ജെ.പിക്ക് കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ അവസാന ഘട്ടത്തിൽ പോലും കഴിഞ്ഞിട്ടില്ല. പിന്നീട് കേന്ദ്ര സർക്കാരെല്ലാം ഇടപെട്ടാണ് ഈ ജാമ്യം അനുവദിച്ചത്. ആ ഛത്തീസ്ഗഡിലെ നേതൃത്വത്തിന് ഈ ബി.ജെ.പി. കേരള നേതൃത്വത്തിന് അനുകൂലമായി നടപടിയെടുക്കാൻ കഴിയാത്തത് അവിടെയുള്ള ബജ്റംഗ് ദൾ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് തീവ്ര ഹിന്ദു സംഘടനയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള സമ്മർദ്ദമുള്ളത് കൊണ്ടാണ്. ആ സംഘടന എന്തുകൊണ്ടായിരിക്കും ഇത്രയും അഗ്രസീവായി ഈ വിഷയത്തെ സ്വീകരിക്കുന്നത്? ഛത്തീസ്ഗഡിലെ സാഹചര്യം നമ്മുടെ കേരളത്തിലെ പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിൽ വളരെ വ്യാപകമായ തോതിൽ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളത് ബജ്റംഗ് ദൾ മാത്രമല്ല, ബി.ജെ.പി. മാത്രമല്ല, അവിടുത്തെ കോൺഗ്രസ് ഭരണകൂടവും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാക്കളും അവിടുത്തെ 36 MLA-മാരും എല്ലാം സമ്മതിക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രതിപക്ഷ നേതാവ് തന്നെ മൗനത്തിലാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ PCC പ്രസിഡന്റ് പറയുകയാണ്, ഈ നമ്മുടെ നാട്ടിൽ മതപരിവർത്തനം ഉണ്ടെന്ന് തുറന്നു സമ്മതിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവർ അതിന് കണക്കുകൾ വരെ നിരത്തുകയാണ് ഇപ്പോൾ. അതായത് 2001 സെൻസസിൽ 2011 സെൻസസും വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യൻ പോപ്പുലേഷൻ 25% വർധനവാണ്. മനസ്സിലായില്ലേ? 4-1 കൂടിയിരിക്കുകയാണ്. ആ വർധനവ് അവരെ വളരെയധികം ഭയപ്പെടുത്തുന്നു. കാരണം നമ്മൾ ഇതിനു മുമ്പ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടതുപോലെ നാഗാലാൻഡ് ആവട്ടെ, മിസോറാം ആവട്ടെ, മേഘാലയ ആവട്ടെ, എന്തിന് ബുദ്ധന്മാരുടെ നാടായ അരുണാചൽ പ്രദേശിൽ പോലും 30% ക്രിസ്ത്യാനിറ്റി ഇന്ന് വന്നു കഴിഞ്ഞു. ബുദ്ധന്മാരുടെ നാടാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അവിടെ പോലും ക്രിസ്ത്യൻ സഭകളുടെ സ്വാധീനത്തിൽ 30%-ഓളം പേര് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വേറൊന്ന് പറയുന്നത് മിസോറാമിൽ 100% ക്രിസ്ത്യാനികളായിരിക്കുന്നു. ഇതെല്ലാം ഒരു കാലത്ത് ഗിരിവർഗ ജനവിഭാഗമായിരുന്നതാണ്. ആദിവാസികൾ അല്ലെങ്കിൽ വനവാസികളായിരുന്നവരാണ്. അവരെ മുഴുവൻ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. നാഗാലാൻഡിലെ ചിത്രം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അത് ഏതാണ്ട് 2018 മുതൽ, അതായത് ബ്രിട്ടീഷ് ആധിപത്യകാലം മുതൽ തന്നെ അവിടെ മിഷണറി പ്രവർത്തനവും മറ്റും വന്ന് നാഗാലാൻഡിൽ മുമ്പേ, അതാണ് ഈ നാഗ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു പ്രധാന കാരണം. നാഗാലാൻഡും അതുപോലെ തന്നെ മണിപ്പൂരും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു പ്രധാന കാരണം അതാണ്. മണിപ്പൂരിലാണത് കൂടുതൽ വ്യക്തമാകുന്നത്. നാഗാലാൻഡിനേക്കാൾ കൂടുതൽ മണിപ്പൂരിലാണ് ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ മിഷണറിമാർ പ്രവർത്തിക്കുകയും അവിടെ ഈ ട്രൈബൽ ഗ്രൂപ്പുകളിൽ ഒരു ഭാഗത്തിനെ കൈക്കലാക്കുകയും അവരെ ക്രിസ്ത്യനായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തതാണ് ഇപ്പോഴും നടക്കുന്ന പ്രശ്നങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അത് ഒരു എത്നിക് പ്രശ്നമാണ്. ആ എത്നിക് പ്രശ്നം ഛത്തീസ്ഗഡ് മാത്രമല്ലല്ലോ, ജാർഖണ്ഡായാലും ബീഹാർ ആയാലും മധ്യപ്രദേശ് ആയാലും മുഴുവൻ ഈ പ്രശ്നത്തിൽ നിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഛത്തീസ്ഗഡിലെ പ്രശ്നം എന്ന് പറയുന്നത്, ഛത്തീസ്ഗഡിൽ അവർ പറയുന്നത് ഇപ്പോൾ സെൻസസ് നടന്നിട്ടില്ല. 2001 സെൻസസും 2011 സെൻസസ് എടുക്കുമ്പോൾ ഏതാണ്ട് 25% കൺവേർഷൻ നടന്നിരിക്കുന്നു. 25% ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. ആ എണ്ണം കൂടിയത് അവരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് അല്ല, മറിച്ച് കൺവേർഷൻ കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ കൺവേർഷൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ സെൻസസ് എടുത്തിട്ടില്ല. 11 കഴിഞ്ഞിട്ട് 21 സെൻസസ് ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ വരുമ്പോൾ എന്നാൽ സെൻസസിലേ അറിയാവുമ്പോൾ ഇത് 25 30 ആണോ 40 ആണോ 50 ആണോ എന്നവർ അവർ ഭയക്കാണ്. അല്ല, അങ്ങനെ ഒരു നിർബന്ധിത പരിവർത്തനം നടക്കുന്നുവെങ്കിൽ, മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് കേരള ബി.ജെ.പിക്ക് ഭാവിയിൽ വലിയ തിരിച്ചടി ഉണ്ടാകില്ലേ? അല്ല, അത് അങ്ങ് ഒരു സാഹചര്യത്തിന് അനുകൂലമായ നിലപാടെടുത്തു എന്നത് ഒരു നെഗറ്റീവായി മാറില്ലേ? നെഗറ്റീവായി മാറും എന്നുള്ളതാണ് ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ ഭയക്കുന്നത്. അവരും ഭയക്കുന്നത് 4 വോട്ട് കൊടുത്തിട്ട് 8 പേരെ മതപരിവർത്തനം നടത്താനുള്ള ലൈസൻസാണ് കേരളത്തിലെ ബി.ജെ.പിയുടെ സന്ധിയെങ്കിൽ ആ സന്ധി വേണ്ട എന്നാണ് അവർ പറയുന്നത്. അവർ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു കന്യാസ്ത്രീ ഒരു സ്ഥലത്ത്, ഇന്ത്യയെ പോലെ 150 കോടിയോളം ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് 3 കന്യാസ്ത്രീകളുടെ മേൽ ഇവിടെ എത്രയോ അതിക്രമങ്ങൾ നടക്കുന്നു. എത്രയോ സാധാരണ സ്ത്രീകളെ, ആദിവാസികളെയൊക്കെ ബലാത്സംഗം ചെയ്യുകയും വധിക്കുകയും ഒക്കെ ചെയ്ത 100 കണക്കിന് കേസുകൾ ഒരു ദിവസം നടക്കുകയാണ്. ഒരു ദിവസം നിങ്ങൾ ബലാത്സംഗത്തിൻ്റെ എണ്ണം എടുത്ത് നോക്കണം. നമ്മുടെ രാജ്യത്ത് പോലും എത്ര എണ്ണമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇത്ര വലിയ ബഹളമുണ്ടാക്കുകയും ക്രിസ്ത്യൻ ബിഷപ്പുമാർ തന്നെ വന്നിട്ട് കന്യാസ്ത്രീകൾക്ക് ഇന്ത്യയിൽ വഴി നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ വന്നിരിക്കുന്നു എന്നൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തത് ഇവിടുത്തെ സംഘപരിവാർ ശക്തികളെ വളരെയധികം വിഷമിപ്പിച്ചിരിക്കുകയാണ്, ദേഷ്യം പൊളിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ
ശക്തമായിട്ട് ബിഷപ്പ് പാപ്ലാനി അടക്കമുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടിയത്. ഈ രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കും ഒരുപാട് പറയാനുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ പല വിധത്തിൽ ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ ഇവിടുത്തെ പല അതിക്രമങ്ങളെയും സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ കണ്ണിൽ പല കണക്കുകളുണ്ട്. അതായത് 20,000 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നവർ ഇടയ്ക്ക് വഖഫ് പ്രശ്നം വന്നവർ പറഞ്ഞു കേട്ടില്ലേ. അതുപോലെ തന്നെ 17.79 കോടി ഏക്കർ വസ്തു കേരളത്തിലെ കേരളത്തിൽ ക്രിസ്ത്യൻ സഭകളുടെ കൈവശമുണ്ടെന്ന് അവർ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം അവർ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇതിനൊന്നും പ്രശ്നം ഉണ്ടാക്കാത്തതും കേരളത്തിൽ രമ്യമായിട്ടെല്ലാം പോകുന്നെങ്കിൽ കുറേയൊക്കെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം. മറിച്ച് ഇത്തരത്തിൽ ഭീഷണിയുമായിട്ട് വന്ന് ഏതെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടാകുമ്പോൾ പോലും അത് ഔട്ട് ഓഫ് പ്രൊപ്പോർഷനായിട്ട് ബ്ലോക്ക് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം പാടില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്കും ഇനി ശക്തമായി പ്രതികരിക്കേണ്ടി വരും. ഞങ്ങൾ ദേശീയ നേതൃത്വത്തിനെ ധരിപ്പിക്കാൻ പോവുകയാണെന്നാണ് അവർ പറയുന്നത്. കേരളത്തിലെ സാഹചര്യം ദേശീയ നേതൃത്വത്തിനെ കൂടെ അവർ വിശ്വഹിന്ദു പരിഷത്ത് വഴിയും അല്ലെങ്കിൽ ബജറംഗ് ദൾ പോലുള്ള സംഘടനകൾ വഴിയൊക്കെ അവർ ദേശീയ നേതൃത്വത്തിനെ കൂടെ ധരിപ്പിക്കാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയം ഒരു സംഘടിത ശക്തികൾക്ക് മുന്നിൽ മാത്രം ചുരുങ്ങുകയാണോ? ഇങ്ങനെ സംഘടിച്ച് നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾ തീരുമാനിക്കും. അല്ല, ഇന്ത്യയിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ഒരു പുതിയ ലൈൻ എന്ന് പറയുന്നത് കഴിയുന്നത്ര ഒരു പ്രശ്നം കുറച്ചുകൊണ്ട് മത സൗഹാർദ്ദം ഉണ്ടായിക്കൊണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള ഒരു ലൈനിലേക്ക് പോവുകയും അത് ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും എല്ലാവരുമായിട്ട് ഒരു സമന്വയത്തിൻ്റെ പാതയിൽ പോകണമെന്നൊക്കെ ഉള്ളതാണ് അവരുടെ നോട്ടം. അതിനാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു മോഹൻ ഭാഗവത് തന്നെ മുസ്ലിം മതപണ്ഡിതന്മാരുടെ ഓർഗനൈസേഷനുമായിട്ട് ഇമാമുമാരുടെ ഓർഗനൈസേഷൻ ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷനുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി. അല്ല, ഇന്ത്യയുടെ ഇത് സൂചിപ്പിക്കുന്നത് BJP ഒരു സംയമനത്തിൻ്റെ പാത പോകുമ്പോൾ ആ സംയമനത്തിനെ മിസ്യൂസ് ചെയ്യാൻ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ തയ്യാറാകുന്നു. അത് ശരിയല്ല എന്ന് പറയാൻ സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ശക്തമായ ഒരു തെളിവ് നൽകുന്നതായി ഇപ്പോൾ കേരളത്തിൽ ഈയിടെ നടന്ന ക്രിസ്ത്യൻ ഒരു നിമിഷങ്ങൾ കൊണ്ട് നടന്ന ക്രിസ്ത്യൻ പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിന് തിരികൊളുത്താനായിട്ട് LDFും UDFും കൂടെ വന്നത്, അതിനോടൊപ്പം മുസ്ലിം സംഘടനകളും ഒക്കെ വന്നത് സൂചിപ്പിക്കുന്നത് ഏത് വിഷയം കിട്ടിയാലും അത് BJPക്കെതിരെയും ഹിന്ദു സംഘടനകൾക്കെതിരെയും ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കെതിരെയും ഉപയോഗിക്കാനുള്ള ഒരു വടിയാണ് എന്ന് ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾക്ക് ബോധ്യമായിരിക്കുന്നു. അവർ അതുകൊണ്ടാണ് വളരെ സൂക്ഷിച്ചേ ഇനി നീങ്ങാവൂ എന്നുള്ളൊരു സൂചനയിലേക്ക് വരെ വരുന്നത്. ഈ ഇന്ത്യയിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഭാവിയിൽ ഇന്ത്യയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നത്? ഇന്ത്യയുടെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കും. ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തിൻ്റെ നിലനിൽപ്പിനെ അത് സാരമായി ബാധിക്കും. കാരണം ഹിന്ദുവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇത് മിസ്യൂസ് നടത്തുന്നതിന് ഒരു കാരണം ഹിന്ദുവിലെ അസമത്വങ്ങളാണ്. ഹിന്ദുവിൽ തന്നെ പല വിഭാഗങ്ങൾ സെക്റ്റുകൾ ഒക്കെ വന്നതും ജാതി ഉപജാതികളൊക്കെ വന്നതും ഒക്കെയാണ്. അതിനെ കുറച്ചു കൊണ്ടുവരാനാണ് വിശ്വഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ ഇനി മുന്നോട്ട് വരേണ്ടത്. അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ അതിനേക്ക് മുന്നോട്ട് വരണം. കാരണം ഇത്തരം ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മതപരിവർത്തനത്തിന് കൂടുതൽ സ്കോപ്പ് കിട്ടുന്നത്. അപ്പോൾ അത് കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ജാതി സെൻസസ് വരുന്നത് ഒരു വലിയ ഘടകമാണ്. അത് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ. ഏത് കാര്യവും BJPയെ തുലയ്ക്കാനായിട്ടാണ് കൊണ്ടിടുക. പക്ഷേ അത് BJPക്ക് അനുഗ്രഹമാകാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ളവർ ഈ ജാതി സെൻസസ് വളരെ സ്ട്രിക്റ്റായിട്ട് നടത്തണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ആരേത് ജാതിയിൽ നിൽക്കുന്നു, ഏത് മതത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ഒപ്പിട്ട് വാങ്ങിക്കുന്ന വിധത്തിലുള്ള ഒരു സെൻസസ് വരണം എന്നാണ് അവർ പറയുന്നത്. കാരണം ഇപ്പോൾ ഈ ടിക്ടോക്ക് ക്രിസ്ത്യൻ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അതായത് ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെയാണ് അത് കൂടുതൽ. തിരുവനന്തപുരത്ത് ഈ ക്രിസ്ത്യൻ നാടാരുടെ ഇടയിലും അതുണ്ട്. അതായത് ഹിന്ദുവായിട്ട് റെക്കോർഡിൽ സംവരണവും മറ്റു ആനുകൂല്യങ്ങളും സാമ്പത്തിക ബെനിഫിറ്റും ക്രിസ്ത്യനായി നിന്നുകൊണ്ട് കൈപ്പറ്റുകയും ചെയ്യുന്ന ഈ പ്രശ്നത്തിലും ഒരു പിതാവ് വന്നിരുന്ന് മാധ്യമങ്ങളിൽ തട്ടിവിടുകയാണ്. ഇവരെ റെക്കോർഡ് നോക്കുമ്പോൾ അവർ ഹിന്ദുവാണ്, പക്ഷെ അവർ മുൻപ് തന്നെ വിശ്വാസത്തിന്റെ പാതയിലാണ്. അത് എന്ത് മാറ്റാത്തതെന്ന് ചോദിക്കുമ്പോൾ ആനുകൂല്യങ്ങൾ
ലഭിക്കാൻ വേണ്ടിയാണ്. അതാണ്. അപ്പോൾ അത് തന്നെ ഭരണഘടനാ ലംഘനമാണ്. അതായത് സംവരണ വിഭാഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ മറ്റൊരു വിഭാഗം എടുക്കാൻ പാടില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മുന്നോക്ക വിഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അസമത്വങ്ങൾ അങ്ങനെ ഇല്ലാത്തൊരു ഈ അസമത്വം ഉള്ളിടത്താണ് ഈ സംവരണം. അസമത്വം പരിഹരിക്കാനാണ് സംവരണം. അപ്പം നമ്മൾ ആ അസമത്വമുള്ള ജാതികളിൽ ഗ്രൂപ്പുകളിൽ നിന്ന് മാറുമ്പോൾ തന്നെ അസമത്വത്തിൻ്റെ പരിധിയിൽ നിന്ന് അവർ പോവുകയാണ്. അപ്പോൾ ആ വിധത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ പലയിടത്തും ഇപ്പോൾ ഹിന്ദു നാടാരും ക്രിസ്ത്യൻ നാടാരും തമ്മിൽ പലയിടത്തും ഇപ്പോൾ ഫ്രിക്ഷനുണ്ട്. അതായത് ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. പിന്നെ അത് ഒരു വിധത്തിൽ രണ്ട് ഗ്രൂപ്പുകളുടെ ആൾക്കാർ ചേർന്ന് അതിനെ പൊതിഞ്ഞു വയ്ക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നതുകൊണ്ടാണ് ഒരു സംഘർഷമായിട്ട് മാറാത്തത്. ഇതുപോലെ പല രാജ്യത്തിൻ്റെ പല ഭാഗത്തും പല സെക്റ്റുകൾ തമ്മിലുണ്ട്. അതാണ്. പക്ഷേ എന്നാൽ ഗിരിവർഗ്ഗങ്ങളുടെ ഇടയിൽ അതില്ല. അതായത് ട്രൈബൽസ് കൺവേർട്ട് ചെയ്താലും ട്രൈബൽസായിട്ട് തന്നെ തുടരും. കാരണം അവർ വനത്തിൽ ജീവിച്ചവരാണ്. ആ ഒരു പ്രത്യേകത കൊണ്ടാണ്. പക്ഷേ അതിനും മാറ്റം വരുത്തണമെന്നൊക്കെ ഇപ്പോൾ പിന്നെ പല ഹിന്ദു സംഘടനകളും ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. അതായത് ഗോത്രവർഗത്തിൽപ്പെട്ട ട്രൈബൽ ആയിരിക്കുമ്പോൾ ഉള്ള ആനുകൂല്യം ക്രിസ്ത്യൻ ട്രൈബൽ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം ട്രൈബൽ ആയിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നത് എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ ഉയർന്നു വരികയാണ് ഇത്തരം മതപരിവർത്തനത്തിൻ്റെ പരിധികൾ വിട്ടു പോകുമ്പോൾ. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ക്രിസ്ത്യൻ മിഷണറിമാരും തങ്ങളുടെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ, ക്രിസ്ത്യൻ സഭകളുടെയും ക്രിസ്ത്യൻ ജനതയുടെയും സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ഒന്നിനെയും അസാധാരണമായി ഉയർത്തിക്കാണിക്കരുത്. ഓരോ സംഭവങ്ങളും ഈ രാജ്യത്ത് ഒരുപാട് അനീതികൾ നടക്കുന്നുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല അല്ലേ? എത്ര കൊലപാതകങ്ങൾ, എത്ര ബലാത്സംഗങ്ങൾ, എത്ര അനാവശ്യ അറസ്റ്റുകൾ, എത്ര അനാവശ്യ രാത്രി ചാർജുകൾ, എത്ര അനാവശ്യ വെടിവെപ്പുകളൊക്കെ നടക്കുന്നു. നമ്മൾ ഒരു ചെറിയ പ്രശ്നത്തിനെ അതിൻ്റേതായ രീതിയിൽ കാണണം. ഇത് ചെറിയ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് കുറഞ്ഞൊരു പ്രശ്നമെന്നല്ല ഞാൻ പറയുന്നത്. ഇത് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പകരം അത് ആളിക്കത്തിച്ച് ഞങ്ങൾക്ക് എവിടെയും കയറി മതപരിവർത്തനത്തിനുള്ള ഒരു ലൈസൻസ് ആക്കാമെന്ന് ക്രിസ്ത്യൻ സംഘടനകൾ ശ്രമിച്ചതാണ് ഈ പ്രശ്നത്തിന് പിന്നിലുണ്ടായത് എന്നാണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുടെ പലരുടെയും വിശ്വാസവും അവരുടെ കണക്കുകൂട്ടലും. ആ കണക്കുകൂട്ടലിന് ഇടവരുത്തുന്ന നടപടികൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഉണ്ടായാൽ അത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ മതസൗഹാർദ്ദമൊക്കെ പറയുന്നെങ്കിലും ഇപ്പോൾ മതസ്പർദ്ധയുടെ അളവ് കൂടിക്കൊണ്ട് വരുമ്പോൾ ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരുപാട് ഡിവിഷൻ ഉണ്ടാക്കും. ഇത് LDFും UDFും BJPയിലേക്ക് വരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിനെ അകറ്റാനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ അകന്നു പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള നയം ഇവിടുത്തെ ഹിന്ദു സംഘടനകളും സ്വീകരിച്ചാൽ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ വലിയ സംഘർഷത്തിനുള്ള പാതയാണ് ഒരുക്കുക. ഇതിൽ നഷ്ടം വരാൻ പോകുന്നത് ഒരുപക്ഷെ കൂടുതൽ നഷ്ടം വരാൻ പോകുന്നത് ഇതിൽ കളിച്ചാൽ LDFനായിരിക്കും. കാരണം LDF ഒരു ഹിന്ദു സംഘടന തന്നെയാണ്. CPM ആയാലും CPI ആയാലും ഒക്കെ ഹിന്ദുക്കളാണ് അവിടെ കൂടുതലുള്ളത്. അവരുടെ കാൽ കീഴിലെ മണ്ണ് ചോരാനേ ഈ ഹിന്ദു ക്രിസ്ത്യൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ. അതിനെ അവിടെ ഉപകരിക്കുകയുള്ളൂ. അതിൻ്റെ നേട്ടം ഒരുപക്ഷെ പണ്ട് പിന്നെ ശബരിമല പ്രശ്നത്തിന് സ്വർണ്ണാവസരമെന്ന് BJP പറഞ്ഞ പോലെ അത് നേട്ടമായത് കോൺഗ്രസിനാണ്. ഇവിടെയും നേട്ടം കോൺഗ്രസിനെ ആവുള്ളൂ. LDFനൊന്നും കിട്ടാൻ പോകുന്നില്ല, BJPക്കും വലുതായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അത് ഇന്നലെ തന്നെ കണ്ടല്ലോ, കന്യാസ്ത്രീയുടെ സഹോദരമെന്ന് ആദ്യം കെട്ടിപ്പിടിക്കുന്നത് കോൺഗ്രസ് MLA റോജിയാണ്. അതെ, അവർക്ക് പിന്നെ ബന്ധം വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. അതായത് പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ പോലും കോൺഗ്രസും ക്രിസ്ത്യൻ സഭകളും മിഷണറിമാരും ഒക്കെ ആയിട്ട് വളരെ ബന്ധത്തിലാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷുകാർ വിട്ടുപോയ പല സ്വത്തുക്കൾ, അതുകൊണ്ടാണ് ഈ സ്വത്തൊക്കെ കൂടാൻ കാര്യം. ബ്രിട്ടീഷുകാർ കൈവിട്ടുപോയ, അവർ കളഞ്ഞിട്ട് പോയ സ്വത്തുക്കൾ മുഴുവൻ അത് ക്രിസ്ത്യൻ പിന്നെ സഭകൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സ്വത്തുകൾ ഇത്രയധികം വരാൻ കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പ്രശ്നവും ചോദ്യവും വേണമെന്നാണ് ഹിന്ദു സംഘടനകൾ പലരും ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന സ്വത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വത്താണ്. അതങ്ങനെ ഏതെങ്കിലും ഒരു സെക്റ്റിന് മാത്രമായിട്ട് കൊടുക്കാമോ? അതിനാണ് ബിഷപ്പുമാരൊക്കെ പറയുന്നത്, ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ രേഖയുണ്ടാക്കി വേണ്ട രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ആ രേഖകളൊക്കെ തികഞ്ഞെടുത്താൽ പ്രശ്നങ്ങളാകുന്നവയാണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കൈവശമിരുന്ന എസ്റ്റേറ്റ് ആയാലും മറ്റ് ഭൂമികളായാലും ഒക്കെ കൈമാറുമ്പോൾ അത് ഇന്ത്യയുടെ സ്വത്തായിട്ട് കൈമാറുന്നതിന് പകരം ഒരു സെക്ടറിന് മാത്രം കൊടുത്തു എന്നുള്ള അപാകതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഹിന്ദു സംഘടനകൾ, അതായത് ഓർഗനൈസറിന് മുമ്പ് ഒരു ലേഖനമൊക്കെ വന്നില്ലേ, അതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് പലതും ചൂണ്ടിക്കാണിക്കുന്നതൊക്കെയാണ്. ഇതൊക്കെ
വീണ്ടും പൊടി തട്ടിയെടുക്കാനുള്ള അവസരമാക്കി ക്രിസ്ത്യൻ സഭകൾ ഇത് മാറ്റിക്കൊടുത്താൽ സംഘർഷഭൂമിയാകുകയും ഇതിൻ്റെ ഗുണങ്ങൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നതല്ല വരിക, അതിനേക്കാൾ ദോഷങ്ങളിലേക്കാണ് പോവുക. ക്രിസ്ത്യൻ സഭകൾക്കും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളവും തമിഴ്നാടും കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അവരുടെ സുഗമമായ പ്രവർത്തനത്തിന് BJP അടക്കമുള്ള സംഘടനകളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ബന്ധം കൂടി ആവശ്യമാണ്. അവരത്തരത്തിലേക്ക് ആലോചിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയായാലും ഇത് എല്ലാവരുമായിട്ട് ഒന്നിച്ചു പോകുന്ന ഒരു ബന്ധം സ്ഥാപിക്കാൻ ക്രിസ്ത്യൻ സഭകൾക്കൂടെ കഴിയണം. അതുപോലെ തന്നെ ഹിന്ദു സെക്ടറിലുള്ളവരും വേണ്ട അത്യാവശ്യ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു യുദ്ധഭൂമിയാകാതെ ഇരിക്കാൻ ശ്രമിക്കുകയും വേണ്ടതാണ്. എന്നാൽ യുദ്ധഭൂമിയാകുന്നതിന് വേണ്ടി തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നാശത്തിലേക്കായിരിക്കും അത് പോകുക എന്നുള്ളത് ക്രിസ്ത്യൻ ബിഷപ്പുമാരും അവരുടെ കനത്ത ശബ്ദവും മുന്നോട്ട് കൊണ്ടുപോയാൽ സംഭവിക്കാൻ പോകുന്നതായിരിക്കും എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.